ഹായ് ഹലോ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇനി തനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നയന ചിന്തിക്കുന്നത്. ആദർശനാണെങ്കിൽ തന്നെ വേണ്ട, ഇനി തന്നെ അംഗീകരിക്കാനും തയ്യാറല്ല എന്നുള്ളൊരു ഘട്ടത്തിൽ തന്നെയാണ് ആദർശ് വന്ന് നിൽക്കുന്നത്. അനന്തപുരമുള്ള ആരും നയനെ ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നിരുന്ന ഇപ്പോൾ ആദർശം നയനയും വഴക്കാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് ഒന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ അജയനോ ജയനോ ആരും തന്നെ നയനയുടെ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു പ്രശ്നത്തിൽ ഇടപെടാനായിട്ട് തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നയനയും ആദർശം വീണ്ടും ഒന്നിക്കുമോ? സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത്? നയനയും ആദർശം വീണ്ടും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി അവർ ജീവിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും ആദ്യം ഒരുപാട് പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെല്ലാം സോൾവായി നയനയും ആദർശവും പുതിയൊരു ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ച് അവർ സന്തോഷത്തോടു കൂടി ജീവിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളും കൂടി അവരുടെ ജീവിതത്തിൽ നടന്നത്. എന്നാൽ നയനയ്ക്ക് എന്തുകൊണ്ട് ആദർശ് തന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചേനെ. പക്ഷേ അതെന്തുകൊണ്ടാണ് ആദർശ് ഇങ്ങനെ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് തന്നെ വേണ്ട എന്ന് പറയുന്നത് എന്നുള്ള സത്യാവസ്ഥ നയനയ്ക്ക് അറിയത്തില്ല. എന്തായാലും താൻ ഈ അനന്തപുരിയിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ നയന തിരികെ വീട്ടിലോട്ട് എത്തുകയും അവിടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഉടനെ തന്നെ ഗോവിന്ദന് പെട്ടെന്ന് അറ്റാക്ക് വരികയും നെഞ്ചിൽ പിടിച്ചുകൊണ്ട് ഗോവിന്ദൻ പെട്ടെന്ന് തലകറങ്ങി വീഴുകയും ചെയ്യുവാണ്. അതിനുശേഷം ഗോവിന്ദന് ബോധമില്ല. എന്നാൽ അരികിലിരുന്ന് നയനയും കനകയും പൊട്ടിക്കരയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും നയനയുടെ സ്വപ്നമായിരുന്നു. താൻ ഈ ഒരു പ്രശ്നത്തിൽ താൻ വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നയന സ്വപ്നം കണ്ടതാണ്. ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നയനയ്ക്ക് ആശ്വാസമായിട്ട് വന്നത് ദേവയാനിയായിരുന്നു. നയനെ ദേവയാനി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ നയന പറയുന്നുണ്ട്, മുമ്പത്തെ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീട്ടിലോട്ട് പോയേനെ. എന്നാൽ ഇപ്പോൾ അത്രത്തോളം അച്ഛനും അമ്മയും നവ്യേച്ചിയും അഭിയേട്ടനും കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ അമ്മയും അച്ഛനും ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്. ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അതിനിടയിൽ ഞാനും ആദർശേട്ടനും തമ്മിൽ ബന്ധം വേർപിരിയാൻ വേണ്ടിയിട്ട് പോകുകയാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അച്ഛന് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മുമ്പും ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു അവസ്ഥയിൽ വരേണ്ടതായിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറി. ഇപ്പോൾ അമ്മയും ഞാനും അമ്മ എന്നെ അംഗീകരിച്ചതും കൂടി അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇനി എന്തായാലും ആ ഒരു കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ആദർശേട്ടൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത്, എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല. ഇവിടെയുള്ള എല്ലാവരും എന്നെ എതിർക്കുകയാണ് ചെയ്തത്. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ നയന പറഞ്ഞപ്പോൾ ദേവയാനി പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും ആദർശനോട് സംസാരിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നോക്കാം. ഈ ഒരു കാര്യമായിട്ട് ഞാൻ പറയത്തില്ല, വേറൊരു രീതിയിൽ സംസാരിച്ച് വരാം എന്ന് പറഞ്ഞു. താഴേക്ക് ദേവയാനി പറഞ്ഞ് താഴോട്ട് പോകുമ്പോൾ ആദർശ് അവിടെ ജോലിയുടെ കാര്യങ്ങൾ നോക്കി ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ദേവയാനി അടുത്തേക്ക് ചെന്നു ആദർശനോട് സംസാരിക്കുവാണ്. ഇപ്പോൾ വിഷുവിൻ്റെ അന്നും ഓണത്തിൻ്റെ അന്നൊക്കെ നല്ലൊരു കളക്ഷൻസ് ആയിരുന്നു നയന കളക്ഷൻസിൽ നിന്നും ലഭിച്ചത്. നല്ല ലാഭം കിട്ടി. അതുപോലെ തന്നെ ഇപ്പോൾ വിഷുവിനും കിട്ടി. പക്ഷേ നീ എന്തുകൊണ്ട് അത് ആരോടൊന്നും പറഞ്ഞില്ല? അത് മാത്രമല്ല, നയനയ്ക്ക് വലിയൊരു അവാർഡൊക്കെ കിട്ടിയിരുന്നു. അതിനുശേഷം നീ അന്ന് എന്നെ ഉന്തിയും തള്ളി നീ ആ ഒരു അവാർഡ് ഫംഗ്ഷന് പറഞ്ഞു വിട്ടു. നന്ദുവിനെ അതിനുശേഷം നന്ദുവിനെ എയർപോർട്ടിലോട്ട് നന്ദുവിനെ ക്യാമ്പിലോട്ട് പറഞ്ഞു വിടാനായിട്ടോ വിഷുവിൻ്റെ അന്ന് ഒന്നും തന്നെ നീ അങ്ങോട്ട് പോയില്ല. എന്ത് പറ്റി? നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്? നയനെ നീ അഥവാ ഈ കമ്പനിയിൽ നിന്നും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അത് കമ്പനിയുടെ വളർച്ചയെ ബാധിക്കത്തില്ലേ? നയനെ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നയനയുടെ കളക്ഷൻസ് നല്ല കളക്ഷൻസ് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം കാരണം ഇവിടെ നമ്മുടെ കമ്പനിക്ക് വലിയൊരു നഷ്ടമുണ്ടാകത്തില്ലേ എന്നൊക്കെ ആദർശനോട് ദേവയാനി സംസാരിച്ചു. എന്നാൽ ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. അവൾ പോയി കഴിഞ്ഞാൽ വേറൊരു ഡിസൈനർ നമ്മളെ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യും. അവർ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. മുമ്പും നയന വരുന്നതിന് മുന്നേ ആ ഒരു കമ്പനിയെ ഒന്നാം സ്ഥാനത്ത് തന്നെ എത്തിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. അന്നും എങ്ങനെയാണോ കമ്പനി പോയത് അതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആദർശ് പറയുന്നത്.
ആദർശിൻ്റെയും ദേവയാനിയുടെയും സംസാരങ്ങൾ കേട്ടുവന്ന അജയനും ജയനും കാര്യങ്ങൾ തിരക്കിയപ്പോൾ ആദർശ് ദേവയാനി പറഞ്ഞ കാര്യങ്ങളും അതിനുശേഷം താൻ മറുപടി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ അവരോട് വിശദീകരിച്ചു. അപ്പോഴും ദേവയാനിയോടും എല്ലാവരോടുമായിട്ട് അജയനും ജയനും പറഞ്ഞത്, മുൻപും ആദർശും നയനയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്, എന്നാൽ ഞങ്ങളത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർക്ക് പക്വതയുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, കാര്യഗൗരവമുള്ള കുട്ടികളാണ്. അവരോട് പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ തന്നെ സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മളായിട്ട് ഇടപെട്ട് ആ പ്രശ്നം വലുതാക്കുന്നത് ശരിയല്ല എന്ന് അവർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. മുമ്പ് നയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയനെ ചേർത്ത് പിടിച്ച ആരും തന്നെ ഇപ്പോൾ നയനെ സപ്പോർട്ട് ചെയ്യാത്തത് ദേവയാനിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സങ്കടത്തോടു കൂടി വീണ്ടും നയനയുടെ അടുത്തേക്ക് ചെന്നു. എന്നാൽ നയന പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവസാനം ദേവയാനി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം നയനയുടെ കളക്ഷൻസിനെ പറ്റിയും നയനയുടെ ഡിസൈൻസിനെ പറ്റിയും നയന വന്നതിന് ശേഷം കമ്പനിക്കുണ്ടായ ഉയർച്ചയെ പറ്റിയൊക്കെ അവരോട് വിശദീകരിച്ചു. എന്നാൽ അതിനുശേഷം നയന കമ്പനിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും എന്നാണ് ദേവയാനി ചോദിച്ചത്. നയന വരുന്നതിന് മുന്നേ എങ്ങനെയാണോ കമ്പനി പോയിരുന്നത് അതുപോലെ തന്നെ വീണ്ടും മുന്നോട്ട് പോകും, അല്ലാതെ അവളുണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് പറയുമ്പോൾ ആദർശിൻ്റെയും നയനയുടെയും ഇടയിലുള്ള പ്രശ്നത്തെപ്പറ്റി ദേവയാനി സൂചിപ്പിച്ചു. എന്നാൽ മുമ്പാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ആ പ്രശ്നം സോൾവ് ആക്കാനായിട്ട് ശ്രമിക്കും, പക്ഷെ ഇപ്പോൾ അവർ ഭാര്യയും ഭർത്താവുമാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് ദേവയാനിയോട് മുത്തശ്ശിയും പറഞ്ഞത്. ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ജലജയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി. ജലജ നേരെ ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ഓടിപ്പോയിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് സങ്കടത്തോടു കൂടി ദേവയാനി പോകുകയാണ്. അപ്പോൾ ദേവയാനിയുടെ മുത്തശ്ശിയും പറഞ്ഞത്, നീ തന്നെ ആദർശിനോട് സംസാരിക്കുക, എന്നിട്ട് അവളോട് നയനയോട് പിണക്കം മാറ്റാനായിട്ടൊക്കെ നീ തന്നെ പറ, നീ നിന്റെ മരുമകളെ സ്നേഹിച്ചു തുടങ്ങ്, എന്നാൽ പ്രശ്നങ്ങൾ തീരുമല്ലോ എന്നാണ് മുത്തശ്ശിയും തിരിച്ച് ദേവയാനിക്ക് നൽകിയ മറുപടി. എന്നാൽ ഇതിനിടയിൽ ഓടിപ്പോയി ജലജ ഓടിപ്പോയി ജാനകിയോടും പിന്നെ അനാമികയോടും മുത്തശ്ശിയും പറഞ്ഞ കാര്യങ്ങളും ദേവയാനി ചോദിച്ച കാര്യങ്ങളും ജയനും അജയനും പറഞ്ഞ കാര്യങ്ങളും എല്ലാം വിശദീകരിച്ചു. അതുകൊണ്ട് ആദർശിൻ്റെയും നയനയുടെയും ഇടയിൽ വലിയൊരു പ്രശ്നമുണ്ടെന്നും അവർ തമ്മിൽ ബന്ധം വേർപിരിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നയനയും ആദർശും ബന്ധം വേർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കലും അവരെ ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അനാമിക പറഞ്ഞ കാര്യം, നയന ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും. നയന ഈ വീടിന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ആദർശും നയനയും ബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നവ്യയെ ഈ വീടിന്റെ പരിസരത്തോട്ട് പോലും അടുപ്പിക്കാൻ പാടില്ല എന്നാണ് ജലജയോട് അനാമിക പറയുന്നത്. പ്രശ്നം വളരെ രൂക്ഷമാണ്. ഏത് സമയം വേണമെങ്കിലും നയനയും ആദർശും ബന്ധം വേർപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. എന്നാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നയന പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുമ്പോൾ ആദർശ് നയനയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എന്നാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നന്ദു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറി അവൾ ക്യാമ്പിലോട്ട് പോയി, അപ്പോൾ ആ സങ്കടം എൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ നീ അത് കുറേ നേരം കരഞ്ഞ് തീർത്തതല്ലേ, ഇനി നീ എന്തിനാ കരയുന്നത്? അത് ആദർശേട്ടൻ എന്നോട് പിണങ്ങുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ വേദന. മുമ്പാണെങ്കിൽ കുഴപ്പമില്ല, മുമ്പ് ഞാൻ കുറച്ച് ബോൾഡായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ആദർശേട്ടനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആദർശേട്ടൻ എന്നെ തകർത്ത് കഴിഞ്ഞാൽ, എന്നെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്കത് വേദന തന്നെയാണെന്ന് നയന പറയുകയും, എന്നാൽ ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരിക്കും പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഏർപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് ആദർശ് നയനയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. നിന്നെ പോലെയുള്ള ഒരു വിശ്വാസവഞ്ചന കാണിക്കുന്ന ഒരാളുമായിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് ആദർശ് പറഞ്ഞത്. ഞാൻ എന്ത് വിശ്വാസവഞ്ചനയാണ് കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴും ആദർശ് മറുപടി പറയാനായിട്ട് തയ്യാറല്ല. നയനയുമായിട്ട് ബന്ധം ഏർപ്പെടുത്താൻ തനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ആദർശ് പറയുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? നയനയും ആദർശും തമ്മിൽ വേർപിരിയുമോ, അതോ ഇനി അവരെ ഒന്നിപ്പിക്കാനായിട്ട് രണ്ടും കൽപ്പിച്ച് ദേവയാനി തന്നെ കളത്തിലിറങ്ങുമോ? അങ്ങനെ ദേവയാനി കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ, സത്യങ്ങൾ ദേവയാനി മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരെയും ടാറ്റ ബൈ.